എല്ലാവർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കണോമിയിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു അവലോകനം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം മലയാളത്തിലും ഇംഗ്ലീഷിലും ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ചെറിയ ചെറിയ സവിശേഷതകളൊക്കെ പറ്റി പറഞ്ഞു. മൂന്നാമത്തെ പാഠം തൊട്ട് നമ്മൾ ഇന്ത്യൻ എക്കണോമിയെ നന്നായിട്ട് മനസ്സിലാക്കുകയാണ്. നമുക്കപ്പോൾ ഇൻട്രൊഡക്ഷനിലോട്ട് പോകാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പിന്തുടർന്നത് ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. 40 വർഷത്തെ ആസൂത്രിത വികസനത്തിനു ശേഷം ഇന്ത്യക്ക് ത്വരിതഗതിയിലുള്ള വ്യാവസായിക പുരോഗതിയും ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയും നേടാൻ കഴിഞ്ഞു. എന്നാൽ സമ്പദ് വ്യവസ്ഥയുടെ മേൽ ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ രാജ്യത്തിൻ്റെ വികസനത്തെയും വളർച്ചയും തടസ്സപ്പെടുത്തിയെന്ന് ചില പണ്ഡിതന്മാർ വാദിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് സാക്ഷ്യം വഹിച്ചു. അപ്പം ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി 1991 എന്തുണ്ടായി? ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ഓക്കെ, അപ്പം എന്താണ് 1980കളിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമതയില്ലാത്ത പെരുമാറ്റമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക്, അതായത് എക്കണോമിക് ക്രൈസിസ്, അതായത് പ്രശ്നങ്ങൾക്ക് കാര്യം കുറിച്ചത്. അപ്പം നമുക്ക് സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലം ഒന്ന് നോക്കാം. എക്കണോമിക് റിഫോംസ് ബാക്ക്ഗ്രൗണ്ട്. 1991 സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങളെ നമുക്ക് താഴെ പറയുന്ന രീതിയിൽ സംഗ്രഹിക്കാം. ആദ്യത്തേത് 1980കളിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമതയില്ലാത്ത ഭരണ നിർവഹണം. രണ്ടാമത്തേത് പ്രതികൂലമായ വ്യാപാര മിച്ചം. മൂന്നാമത്തെ പോയിന്റ് വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ വന്ന കുറവ്. നാലാമത്തെ പോയിന്റ് വില വർധനവ്. അഞ്ചാമത്തെ പോയിന്റ് ഗൾഫ് പ്രതിസന്ധി. ആറാമത്തെ പോയിന്റ് പൊതുമേഖലയുടെ കാര്യക്ഷമത കുറവ്. അപ്പം ഈ ഒരു സാമ്പത്തിക പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് 1991 ന്യൂ എക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയം നടപ്പാക്കി. ഇതിൻ്റെ ഭാഗമായിട്ട് LPG എന്നറിയപ്പെടുന്ന ഒരു പാക്കേജ് എന്ത് ചെയ്തു? ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അതായത് ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്നറിയപ്പെടുന്ന LPG പോളിസി, അതായത് ന്യൂ എക്കണോമിക് പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു പോളിസി കൊണ്ടുവന്നു ഈ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഫലമായിട്ട്. അപ്പം പുതിയ സാമ്പത്തിക നയത്തിൽ വിപുലമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ പുതിയ സാമ്പത്തിക നയത്തിൽ ഉൾക്കൊള്ളുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അവ ഏതൊക്കെയാണ്? ആദ്യത്തേത് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുക. രണ്ടാമത്തേത് സ്ഥാപനങ്ങളുടെ പ്രവേശനത്തിനുള്ള വളർച്ചയ്ക്കുമുള്ള തടസ്സങ്ങൾ നീക്കുക. ഈ 2 നയങ്ങളെ പ്രധാനമായി നമുക്ക് 2ആയി തിരിക്കാം. ആദ്യത്തേത് സുസ്ഥിരവൽക്കരണ നടപടികൾ, രണ്ടാമത്തേത് ഘടനാപരമായ പരിഷ്കാരങ്ങൾ, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ആൻഡ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. നമുക്ക് ഇതുവരെ പറഞ്ഞത് ഒന്ന് ഇംഗ്ലീഷിൽ നോക്കാം. India's economic strategy till 1990 to 91 helped to build a well-diversified industrial sector. Countries like South Korea, Singapore, etc. industrialized rapidly as a result of their market-friendly policy. Background of reforms. Some of the deficiencies of the strategy from 1950 to 51 to 1990 to 91 can be summarized as follows. Acts like MRTP. MRTP means Monopolies and Restrictive Trade Practice Act prevented large resourceful companies from making investment. രണ്ടാമത്തെ പോയിന്റ് Acts like FERA. FERA means Foreign Exchange Regulation Acts restricted foreign investment. മൂന്നാമത്തെ പോയിന്റ് റിസർവേഷൻ ഓഫ് certain areas like steel for the public sector prevented good private sector companies like TISCO from making large investment. അങ്ങനെ നിങ്ങൾ ഇതിൻ്റെ നിന്ന് കുറച്ചൊരു പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക. അപ്പം The new economic policy 1991
ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1991 ഇതിൻ്റെ ഭാഗമായിട്ട് ദ ഗവൺമെൻറ് അനൗൺസ്ഡ് 2-part പ്രോഗ്രാം. ഫസ്റ്റ് വൺ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, സെക്കൻഡ് വൺ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. Okay, stabilization refers to short-term measures to correct macroeconomic imbalances like foreign exchange crisis and inflation. For example, reduction of fiscal deficit to control inflation or devaluation to increase exports. രണ്ടാമത്തെ പോയിൻ്റാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. അത് പറയുന്നത് എന്താണ്? കൺസിസ്റ്റ് ഓഫ് മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ എക്കോണമി. ചേഞ്ചസ് ഇൻ ഇൻഡസ്ട്രിയൽ, ലേബർ ആൻഡ് ട്രേഡ് പോളിസീസ് ആർ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെഷേഴ്സ്. ഓക്കെ, സുസ്ഥിരവൽക്കരണ നടപടികൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഹ്രസ്വകാല നടപടികളാണ്. അടവുശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമായിട്ടാണ് സുസ്ഥിരമാക്കൽ നടപടികൾ ലക്ഷ്യം വെച്ചത്. ഈ ഭാഗം ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇനി ഘടനാപരമായ പരിഷ്കാരങ്ങൾ ദീർഘകാല നടപടികളാണ്. സമ്പദ് വ്യവസ്ഥയുടെ, അതായത് എക്കണോമിയിലെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അതായത് എക്കണോമിയിൽ മികച്ചൊരു മാറ്റം കൊണ്ടുവരുത്താൻ വേണ്ടി വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിട്ടത്. ഗവൺമെൻറ് സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളിലും വിവിധ നയങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഒരു പാക്കേജും നടപ്പാക്കി. ഈ നയങ്ങളെയും തന്ത്രങ്ങളെയും 3ആയി തിരിക്കാം: ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, LPG. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ലിബറലൈസേഷൻ. ഉദാരവൽക്കരണം എന്നാൽ എന്താണെന്നാണ്. 1990 തന്നെ ഇന്ത്യ ഗവൺമെൻറ് ഉദാരവൽക്കരണ നയങ്ങൾ ആരംഭിച്ചു. പ്രധാനമായിട്ടും എന്താണ്? വ്യവസായ അനുമതി നൽകൽ, കയറ്റുമതി ഇറക്കുമതി നയങ്ങൾ, സാങ്കേതിക വിദ്യ നവീകരണം, ധനനയം, വിദേശ നിക്ഷേപം തുടങ്ങിയ രംഗങ്ങളിലായിരുന്നു ഈ ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ കൊണ്ടുവന്നത്. അപ്പം ഉദാരവൽക്കരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അനാവശ്യമായ സർക്കാർ നിയന്ത്രണങ്ങളിൽ നിന്നും സമ്പദ് വ്യവസ്ഥയെ മോചിപ്പിക്കുക അല്ലെങ്കിൽ സ്വതന്ത്രമാക്കുക എന്നതാണ്. അല്ലെ, അനാവശ്യമായ സർക്കാർ നിയന്ത്രണങ്ങളിൽ നിന്നും സമ്പദ് വ്യവസ്ഥയെ മോചിപ്പിക്കുക അല്ലെങ്കിൽ സ്വതന്ത്രമാക്കുക എന്നതാണ് ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് നോക്കാം ഇംഗ്ലീഷിൽ. ലിബറലൈസേഷൻ മീൻസ് ലിബറേറ്റിംഗ് ദ എക്കണോമി ഫ്രം ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ ഓൺ എക്കണോമിക് ഗ്രോത്ത്. അതായത് റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങളിൽ നിന്നും എന്താക്കുന്നു? സ്വതന്ത്രമാക്കുന്നു. ലിബറേറ്റിംഗ്, അതാണ് പറയുന്നത്. ലിബറലൈസേഷൻ മീൻസ് ലിബറേറ്റിംഗ് ദ എക്കോണമി ഫ്രം ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ ഓൺ എക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, അപ്പം ഈ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വ്യവസായ മേഖല, ധനകാര്യ മേഖല, നികുതി പരിഷ്കാരം, വിദേശ വിനിമയ കമ്പോളങ്ങൾ, വ്യാപാര നിക്ഷേപ മേഖല തുടങ്ങിയവയിലെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ എന്ത് ചെയ്തു? തുടങ്ങി. അപ്പം എന്താണ് പറയുന്നത്? ഇതിൻ്റെ ഭാഗമായിട്ട് വ്യവസായ മേഖലയിലും കൊണ്ടുവന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് നോക്കാം. വ്യവസായ മേഖലയിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ താഴെ പറയുന്നു. അവ ഏതൊക്കെയാണ്? ആദ്യത്തെ പോയിന്റ്, ലൈസൻസിങ് നിർത്തലാക്കി. വ്യാവസായിക ലൈസൻസിങ് എന്ത് ചെയ്തു? നിർത്തലാക്കി എന്നാണ് പറയുന്നത്. വ്യാവസായിക ലൈസൻസിങ് നിർത്തലാക്കി.